നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1979 തിയേറ്ററുകളിലേക്ക് എത്തിയൊരു ചിത്രം, സ്വർഗീയനായ ജയൻ അഭിനയിച്ച് അനശ്വരമാക്കിയൊരു ചിത്രം ശരപഞ്ചരം. ഹരിഹരൻ എന്ന് പറയുന്ന ലെജൻഡറി സംവിധായകൻ്റെ സംവിധാനത്തിൽ വന്ന് യൂസഫ് അലി കേച്ചേരി സംഗീതം ചെയ്ത് ദേവരാജൻ എന്ന് പറയുന്ന ആളുടെ മ്യൂസിക്കിൽ വന്ന് അന്നത്തെ ഒരു മസാല മാസ് പടമായിരുന്നു ശരപഞ്ചരം. ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആക്ട്രസ് ഷീല, സത്താർ, ഇവരൊക്കെ പ്രധാന കഥാപാത്രമായിട്ട് അതിൽ അഭിനയിച്ചിരുന്നു. നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രം റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഏപ്രിലാണ് ഈ ചിത്രം തിയേറ്ററിലേക്ക് വരുന്നത്. നമുക്കൊന്നും ഈ ചിത്രമൊന്നും നമ്മളൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇതിൻ്റെ പാട്ടുകളോ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടും കണ്ടിട്ടില്ല. അതിൻ്റെ ടീസർ വന്നപ്പോൾ മാത്രമാണ് ഇത് കാണുന്നത്. നമ്മൾ ഈ പണ്ടത്തെ അല്ലെങ്കിൽ സ്റ്റേജ് ഷോകളിൽ എവിടെയെങ്കിലുമൊക്കെ ജയൻ എന്ന് പറയുന്ന നടനെ കാണിക്കുമ്പോൾ ഒരു കുതിര ഇങ്ങനെ മസാജ് ചെയ്യുന്നൊക്കെ ഒരു സീനൊക്കെ കാണിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവർ കാണിച്ചത് തമാശയ്ക്ക്, ജയൻ എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടർ ഇങ്ങനെ അഭിനയിച്ച് കണ്ടപ്പോൾ. അപ്പോൾ ആ ഒരു സിനിമ ഇതാണെന്ന് എനിക്ക് ഈ ഒഫീഷ്യൽ ടീസർ കണ്ടപ്പോഴാണ് മനസ്സിലായത്. 1979 ഇറങ്ങിയ ഒരു ചിത്രം. ആ ചിത്രത്തിന് ഇപ്പം 4K റീമാസ്റ്ററിങ്ങിൻ്റെ കാലമാണ്. നമ്മളെ 80കളിലെ സിനിമകളാണ് വന്നത്. പക്ഷേ ആദ്യമായിട്ടായിരിക്കും 79 ഇറങ്ങിയ ഒരു ചിത്രം. അങ്ങനെ ഇപ്പോഴും ഒരാൾ എന്താണ് ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടന്മാരുടെ സിനിമകളാണ് ഇറങ്ങാറ്. പക്ഷേ ഇങ്ങനൊരു ചിത്രം ഇറങ്ങുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ട് തന്നെയായിരിക്കാം മലയാള സിനിമയുടെ ചരിത്രത്തിൽ. അപ്പോൾ ആ ചിത്രം ഇതിനു മുമ്പ് ചെമ്മീൻ പോലുള്ള സിനിമകളൊക്കെ എത്തിയിട്ടുണ്ട്. എങ്കിലും ഇത് റിലീസ് അല്ല, റീമാസ്റ്റേഡ് ആക്കി വരുന്ന ഒരു ചിത്രം. 79 ശേഷം മലയാള സിനിമ 79, 80, 90 ഒക്കെ കടന്ന് 2000 കടന്ന് പലതരം സിനിമകൾ, പല വേർഷൻ സിനിമകൾ, പല സിനിമയുടെ അവസ്ഥാന്തരങ്ങളൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഇവരുടെ ടീം തിയേറ്ററുകളിലേക്ക് ഈ ചിത്രം എത്തിക്കുകയാണ്. ഇതൊരു പക്ഷേ അനശ്വരരായ കലാകാരന്മാരെ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ അന്ന് മുതലേ സംവിധാനം ഈ ദേവരാജൻ മാഷിൻ്റെ സംഗീത സംവിധാനമുണ്ട്, യൂസഫ് അലി കേച്ചേരി സാറിൻ്റെ ഗാനരചനയുണ്ട്. അങ്ങനെ അവരെക്കുറിച്ചുള്ള ഒരു സ്മരണയും കൂടെ ആയിരിക്കാം ഇപ്പം വീണ്ടും ഈ ചിത്രം റീമാസ്റ്റർ ചെയ്ത് ഇറക്കണമെന്ന് പറയുന്നത്. എന്തായാലും ചിത്രം ഏപ്രിൽ 2-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഒഫീഷ്യലി ഒരു ടീസർ വന്നിട്ടുണ്ട്. ടീസർ കാണുമ്പോൾ നമുക്ക് പഴയതെന്ന് വെച്ചാൽ വളരെ പഴയ കാലഘട്ടവും പഴയ കാലത്തിലുള്ള വേഷത്തിലുള്ളവർ, അവരുടെ ഡബ്ബിങ് ആയാലും ശരി, അഭിനയിക്കുന്നതായാലും ക്യാമറ ആയാലും ശരി, സൗണ്ട് ആയാലും ശരി, എല്ലാം പണ്ടത്തെ ആ സിനിമയുടെ ആ ഒരു നമ്മൾ ഇപ്പോഴത്തെ സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോഴത്തെ ടെക്നോളജികളൊന്നും ഇല്ലാത്ത കാലത്തെടുത്ത പണ്ടത്തെ ഒരു സിനിമ. ആ സിനിമയാണ് ഏപ്രിൽ 2-ാം തീയതി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്.